നമസ്കാരം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കും ഞാൻ സംസ്ഥാന ദ്രോഹിയാണ് എന്നൊക്കെ വിചാരിക്കും. എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയും. കേരളത്തിൻ്റെ വലിയ മാഹാത്മ്യമൊക്കെയാണ് എപ്പോഴും നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യരംഗത്ത്, അങ്ങനെ പല രംഗത്തും ജീവിത നിലവാരത്തിലൊക്കെ ഇന്ത്യയിൽ തന്നെ ഒന്നാമതാണ്, അമേരിക്കയോട് കിടപിടിക്കുന്നതാണ് എന്നൊക്കെയാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ. അത് ഇടതുപക്ഷമാണെങ്കിലും ശരി, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവർ തള്ളിമറിക്കും, വലതുപക്ഷം ഭരിക്കുമ്പോൾ അവർ തള്ളിമറിക്കും. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം എന്നതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ലളിതമായിട്ട് 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മളിപ്പോൾ ഉപജീവനത്തിനായിട്ട് ഗൾഫ് നാടുകളിൽ പോകുന്നതെന്ന് വെക്കുക. അവിടെ പോയി ചിലപ്പോൾ 5 വർഷം 10 വർഷമൊക്കെ കിടക്കുന്നവരുണ്ട്. കുറച്ച് പൈസയൊക്കെ ആയിക്കഴിയുമ്പോൾ എന്താ തോന്നുന്നത്? നമുക്കിനി നാട്ടിൽ പോവാം, നാട്ടിൽ പോയിട്ട് അവിടെ ജീവിക്കാം എന്നുള്ള ആ ചിന്തയോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു, ഇവിടെ സെറ്റിലാവാൻ നോക്കുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ നിന്ന് ഗുജറാത്തിലോട്ടോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ നാടുകളിലേക്കായിട്ട്, മുംബൈയിലേക്കൊക്കെയാണ് മലയാളി പോകുന്നതെങ്കിൽ, കുടുംബമായിട്ടാണ് പോകുന്നതെങ്കിൽ ഇവരാരും തിരിച്ചു വരാറില്ല. 90% ആളുകൾ അവിടെ തന്നെയാണ് സെറ്റിൽ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന പോലെ ഈ ജീവിത നിലവാര സൂചികയിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലുമൊക്കെ കേരളം നമ്പർ 1 ആണെങ്കിൽ ഈ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നവർ തിരിച്ചു വരേണ്ടതല്ലേ? എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല? ഇനി അതെല്ലാം പോട്ടെ, ഏതാണ്ട് 10 ലക്ഷത്തിനടുത്തോളം മലയാളികൾ, അതോ അതിൽ കൂടുതലോ കൃത്യമായിട്ട് അറിയില്ല. 2011 ആ സെൻസസൊക്കെ വെച്ചിട്ടാണ് ഈ 10 ലക്ഷത്തിൻ്റെ കണക്ക് തന്നെ പറയുന്നത്. ഇപ്പോൾ അത് കൂടാനാണ് സാധ്യത. അപ്പോൾ അത്രത്തോളം മലയാളികൾ ഗുജറാത്തിലുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഗുജറാത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇനി മത്സരിക്കുന്ന സമയത്ത് പോലും അവർക്ക് 10 വോട്ട് പോലും തികച്ച് കിട്ടാറില്ല. അവിടെയുള്ള മലയാളികൾ വോട്ട് ചെയ്യുന്നത് ബഹുഭൂരിപക്ഷവും BJPക്കാണ്. ഇനി ഡൽഹി നോക്കുക. ഡൽഹിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡൽഹിയിൽ എത്ര മലയാളികളുണ്ടെന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും കണക്ക് കിട്ടും. 1 മില്യൺ ആണ് അത് കാണിക്കുന്നത്. അതായത് 10 ലക്ഷത്തോളം മലയാളികൾ അവിടെ ഉണ്ട്. അവിടെ ഇന്നലെ ഉണ്ടായ ആപ്പ് എന്ന് പറഞ്ഞ പാർട്ടി പോലും അവിടെ വർഷങ്ങളോളം ഡൽഹി ഭരിച്ചിട്ടുണ്ട്. പക്ഷേ 100 വർഷം പഴക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ 10 വോട്ട് പോലും തികച്ച് കിട്ടത്തില്ല. അവർക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ ചിഹ്നത്തിൽ നിർത്താൻ പോലും അവിടെ പറ്റിയിട്ടില്ല. ദേശീയ സെക്രട്ടറിമാരായിരുന്ന പ്രകാശ് കാരാട്ടിനോ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിക്കോ, ഇനിയിപ്പോൾ MA ബേബിയുടെ വോട്ട് അവിടെയാണെങ്കിൽ MA ബേബിക്ക് പോലും അരിവാൾ ചുറ്റിക്കൽ വോട്ട് ചെയ്യാനുള്ള ഭാഗ്യമില്ല. കാരണം അവർക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. ഈ 10 ലക്ഷത്തോളം മലയാളികൾ ജീവിക്കുന്ന ഡൽഹിയിൽ പോലും അവിടുത്തെ ഈ മലയാളികൾ അപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഈ പ്രബുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ കള്ളങ്ങൾ പടച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. എന്നിട്ട് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മേന്മ, നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തുമൊക്കെ നമ്മുടെ ഈ സൂചികയിൽ അല്ലെങ്കിൽ ശരാശരിയിൽ ഉയർന്നു നിൽക്കാനുള്ള കാരണം നമുക്കിവിടെ ട്രൈബൽ ഏരിയ, ട്രൈബൽ പോപ്പുലേഷൻ വളരെ കുറവാണ് എന്നതാണ്. നമുക്കറിയാം, ആധുനിക മനുഷ്യരുടെ ജീവിത രീതിയായിട്ട് കുറച്ച് പുറകിലാണ് ഈ ആളുകൾ ജീവിക്കുന്നത്. ഒരുപക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വന്നേക്കും. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് കേവലം 1.5% മാത്രമാണ് ട്രൈബൽ ഏരിയ ഉള്ളത്. കേവലം 4 ലക്ഷം ആളുകൾ മാത്രമാണ് ഈ ട്രൈബൽസ് ആയിട്ടുള്ളവർ. ആദിവാസി, വനവാസി വിഭാഗങ്ങൾ എന്ന ഇത് വളരെ കുറവാണ്. അതിനാൽ നമ്മുടെ ഒരു ആരോഗ്യ സൂചിക എടുക്കുമ്പോഴും ഇവരുടെ ആരോഗ്യം, ഇവരുടെ ജനനനിരക്ക് അല്ലെങ്കിൽ ഇവരുടെ മരണനിരക്ക്, ഇതൊന്നും മൊത്തം ശരാശരിയിൽ നമ്മളെ അധികം ബാധിക്കാറില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും മറ്റ് ജീവിത നിലവാരത്തിൻ്റെ കാര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മളെ ബാധിക്കാറില്ല. കാരണം 98.5% ബാക്കി പ്രദേശങ്ങളും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഒരുപോലെയാക്കാൻ പറ്റുന്നതാണ് കേരളത്തിൻ്റെ. അതാണ് നമ്മുടെ ഈ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന എല്ലാ ഗ്രാഫിൻ്റെയും എല്ലാ മേന്മയുടെയും അടിസ്ഥാന കാരണം തന്നെ ഇതാണ്. ഇനി അത് ഗുജറാത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 20% ട്രൈബൽ ഏരിയയാണ്. 1 കോടിയോളം ജനസംഖ്യയുണ്ട്. ഉത്തർപ്രദേശ് നോക്കിയാൽ 14% ഉണ്ട്. ഈ 14% ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തെക്കാൾ വലുപ്പമായി. അപ്പോൾ അത്രയും ഏരിയ അവിടെ ഈ ആദിവാസികൾ വസിക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ഉണ്ട് ക്യാമറ വെച്ചിട്ട് ഉത്തർപ്രദേശ് ഇതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 1.5 കോടി ജനസംഖ്യയാണ് അവിടെ ഉള്ളത്. ഛത്തീസ്ഗഡ് നോക്കുകയാണെങ്കിൽ 37% അവിടെ ട്രൈബൽ ഏരിയ. അവിടെ കൊണ്ടിട്ട് ഈ ക്യാമറ വെച്ചിട്ട് അയ്യോ ഛത്തീസ്ഗഡ് കിടക്കുന്ന കണ്ടോ എന്ന് ചോദിക്കുന്നതും നമ്മുടെ അട്ടപ്പാടി കൊണ്ട് ക്യാമറ വെച്ചിട്ട് കേരളം ഇതാണോ എന്ന് ചോദിക്കുന്നതിന് തുല്യം തന്നെയാണ്. പക്ഷേ ഇതാരും ചെയ്യാറില്ല. പക്ഷേ അവർക്ക് മനുഷ്യത്വം ഉള്ളതുകൊണ്ട് ഇവിടെ ഇത്രയും ആദിവാസികൾ ഉള്ളതാണ് ഞങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് അവരാരും പറയാറില്ല. എന്നാൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് കേരളം എപ്പോഴും പറയുന്നത് എന്നാൽ ഞങ്ങളാണ് ആരോഗ്യ കാര്യത്തിൽ നമ്പർ 1, ഞങ്ങളാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്പർ 1, ഞങ്ങളാണ് ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1. ഇത് മാത്രമാണ് കേട്ടോ വ്യത്യാസം. നിങ്ങൾ ഇനി ചിന്തിക്കണം, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. നമുക്ക് ഈ ജനവിഭാഗം എന്ന് പറഞ്ഞാൽ 4 ലക്ഷം ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷം 4 തവണയെങ്കിലും നമ്മൾ കാണാറുണ്ട് ആ വാർത്ത. അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മുളങ്കമ്പിൽ കെട്ടിവെച്ചുകൊണ്ട് കിലോമീറ്ററോളം നടന്നുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകുന്നു. കാരണം അവർ ജീവിക്കുന്നിടത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും ഇല്ല. അഥവാ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഗുരുതരമായിട്ടുള്ള അസുഖമാണെങ്കിൽ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആശുപത്രിയിലോട്ടോ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ റോഡില്ലാത്തതിന് കാരണം ഇവിടെ ഭരിക്കുന്നവരുടെ കുറ്റം കൊണ്ട് മാത്രമല്ല, ചില എന്താ പറയുക, പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില മേഖലകൾ നിർമ്മാണമൊക്കെ വിലക്കിയിരിക്കുന്ന സ്ഥലമാണ്. അവരുടെ ആവാസ വ്യവസ്ഥ അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. വളരെ അപൂർവം സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇവർ ജീവിക്കുന്ന ഇടം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്ന് കവാഡിയ എന്ന് പറഞ്ഞ ഒരു പഴയ വില്ലേജ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര്
ഏകതാ നഗർ എന്നായിരുന്നു. ഏകതാ നഗർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്ചു ഉള്ള, ആ കൂറ്റൻ പ്രതിമയുള്ള സ്ഥലമാണ്, സ്മാരകമുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് അത് മുൻനിരയിലേക്ക് വന്നത്. ഇത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ ഇത്തരം സ്ഥലങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അല്ല എങ്കിൽ അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളോ വലിയ മൾട്ടിനാഷണൽ കമ്പനികളോ ഫാക്ടറികളോ ലുലു മാളോ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോ മാനേജ്മെൻറ്റ് സ്കൂളുകളോ ഒന്നും കാണില്ല. കാരണം ഇതൊക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സ്ഥാപനങ്ങളാണ്. ഇത്തരം സ്ഥലങ്ങളിൽ അത്തരം സ്ഥാപനങ്ങൾ ഇട്ടാൽ ലാഭം കിട്ടില്ല. അതിനാൽ അത്തരം സ്ഥാപനങ്ങളൊന്നും അവിടെ കാണില്ല. അവിടെ പക്ഷേ അംഗനവാടി കാണും, സർക്കാരിൻ്റെ അംഗനവാടി കാണും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കാണും, റേഷൻ കട കാണും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഒരു നാട് വികസിക്കണമെങ്കിൽ ഇത് മാത്രം പോരല്ലോ. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും ഇത്തരം പ്രദേശത്ത് വരില്ല. ഇത് വെച്ചിട്ട് ഇതാ കണ്ടോ, ഗുജറാത്ത് കിടക്കുന്ന കണ്ടോ, UP കിടക്കുന്ന കണ്ടോ, ഛത്തീസ്ഗഡ് കിടക്കുന്ന കണ്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇതാണ് എന്നുകൂടി പ്രബുദ്ധനായ മലയാളി കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.